നമസ്കാരം. എൻ്റെ സ്നേഹിതന്മാർ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ ഒരു പ്രത്യേക ഒരു കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാൻ പോവാണ്. തൊണ്ണൂറിൽ ഞാൻ വിദേശത്ത് പോയി. വിദേശത്ത് ഒരു വിസക്ക് 1,00,000 കൊടുത്ത് ഞാൻ വിദേശത്ത് പോയപ്പോൾ എൻ്റെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ 2 അറബികൾ വന്ന് എന്നെ കാറിൽ കയറ്റി. ആദ്യം തന്നെ കാണിച്ചു തന്നു അറബിയിൽ എന്നൊക്കെ പറയും. എനിക്ക് അറബി ഒന്നും അറിയില്ലായിരുന്നു സംസാരിക്കാൻ. അങ്ങനെ ഈ അറബി കാണിച്ചത് ഞാൻ ഇങ്ങനെ ആക്കുകയും ചെയ്തു കൈകൊണ്ട്. അപ്പോൾ അറബി അറിയാൻ ധൈര്യവാനാണ് എന്നൊക്കെയാണ് ഈ കഥ പറഞ്ഞത് അറബിയിൽ. അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് ജിറാബ്, അതായത് ജിറാബ് എന്ന സ്ഥലമുണ്ട്. ജിറാബ് പറഞ്ഞാൽ അങ്ങ് പോകണം, പിന്നെ ദമാമ് എന്നൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അറബീൻ്റെ വീട്ടിൽ അന്ന് ഒരു കൈമേലൊക്കെ നിർത്തി. അത് വീട്ടിൽ നിർത്തി നല്ല ചായയും കാവൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ അറബി എന്നെ വണ്ടിയിൽ കുറേ സാധനം കയറ്റി മരുഭൂമി പോകുന്ന സ്ഥലത്തേക്ക് അങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച റബ്ബേ, ഇത് ദുനിയാവിൻ്റെ അറ്റാണോ എന്ന് ആലോചിച്ചു. കാരണം മേഘമൊക്കെ ഇങ്ങനെ വീണിട്ട് അടിയൊക്കെ ഇങ്ങനെ മണലിൽ നിർത്താനായിരുന്നു. എവിടെ നോക്കിയാലും ഈ മരുഭൂമി ഒറ്റ സ്ഥലം, ഈ മണലും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പിന്നെ അറബി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഈ കുറേ 1,000-1,500 ആടോളം ഉണ്ടാവും. ആറുമ്പോൾ കണ്ടുപോയി എൻ്റെ നെഞ്ഞ് പരക്കുന്നുണ്ട്, ഒരു മനുഷ്യനുമില്ല. അങ്ങനെ ഈ കമ്പിയോട് ഇങ്ങനെ വെയിലെട്ടിയ മാതിരി ഇങ്ങനെ ആക്കിയിട്ട് അവിടെ ആ കൂട്ടിലാക്കി കുട്ടികൾ വേറി. അതായത് അതിൻ്റെ ഈ കറുത്ത അവിടെ വെള്ള മുഖം വെള്ള, തലക്ക് വെള്ള, പിന്നെ ബാക്കിയുള്ളതൊക്കെ കറുപ്പും. അതിങ്ങനെ ഈ ഒരു കൈതണ്ട്, ഈ കൈതൻ്റെ പുറത്ത് ഈ പാക്കറ്റ് പോലെ സ്ഥലം, ഈ സഞ്ചി കുരി ആ കൈതൻ്റെ പുറത്ത് അങ്ങനെ നടക്കും. ഇത് ഉന്നകായി തെറിച്ച മാതിരി പല ബൈക്കുകൾ പോകും. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ കാറ്റ് അങ്ങനെ നടക്കും. പിന്നെ ഇത് ഇങ്ങനെ പെറും. ഈ പെറിന് ഈ സഞ്ചിക്കിടും. അങ്ങനെ കൈമ, ഈ ചെറിയൊരു കൈമ ആയിട്ട് എനിക്ക് കെട്ടി തന്നിട്ടുണ്ട്. ഞാൻ അറബിയൊക്കെ അവിടെ അടിച്ച് കെട്ടി. അങ്ങനെ അന്ന് രാത്രി അവിടെ നിന്ന്, അന്ന് രാത്രി ഒരു മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ഊത്ത് ഇങ്ങനെ കേട്ട്. എന്താ അപ്പോൾ അത് പാമ്പിൻ്റെ സൗണ്ടാണല്ലോ റബ്ബേ. അപ്പം നോക്ക്, ബെഡിൻ്റെ ചുവട്ടിൽ ഒരു മൂർക്കം പാമ്പ്. അതിനെ അടിച്ച് കൊന്ന്. ഞാൻ കുറേ കരയും ചെയ്യും. അങ്ങനെ ആയതിനു ശേഷം പിന്നെ എനിക്ക് അറബി പറഞ്ഞതിനോട് എന്തൊക്കെയോ പറഞ്ഞ് പൊടിക്കാറ്റ് വരുന്നു. ഈ കണക്ക് കൂട്ടി ഒരു 6 മണി ടൈമിന് കണ്ടിട്ട് ഈ പൊടി മണ്ണ് വാരുന്ന മാതിരി പെരും മണ്ണ്. അങ്ങനെ ഞാനൊരു ലോറി കാണിച്ചത്. അതിൽ പോയി ഇക്കാനെ പറഞ്ഞ് അറബി സംസാരിക്കാറില്ല എനിക്ക്. അങ്ങനെ ഇതിൽ പോയി ആ വണ്ടിയിൽ വണ്ടി കുലുങ്ങുക, മണ്ണ് വാരി 1 മണിക്കൂർ 2 മണിക്കൂർ വണ്ടിയൊക്കെ ഒരു ആടുകൾക്ക് ഇതൊക്കെ പോയി. അങ്ങനെ പിറ്റേന്ന് അറബി വന്ന് അറബിക്കാരെ കാറ്റ് വന്നു. എൻ്റെ കൈമൊക്കെ പൊളിഞ്ഞു പോയി. അങ്ങനെ ആ വണ്ടിയിൽ അന്ന് നേരം വെളുപ്പിച്ച്. അങ്ങനെ അറബി മറ്റേ ഈ ദൂരെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി അറബി കണ്ടുപിടിച്ച്. ഞാൻ അറബി വണ്ടി പോയി കണ്ടുപിടിച്ച് അന്ന് കൈമ വേറെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ആടുകൾ നോക്കുമ്പോൾ മനുഷ്യൻ്റെ അസ്ഥി കൂടെ ഇങ്ങനെ കാണാം. മനുഷ്യൻ്റെ പാമ്പിൻ്റെ പല കുട്ടികൾ മനുഷ്യൻ്റെ അസ്ഥി കൂടെ തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണാം. അന്ന് എന്തൊക്കെ രൂപം ഇങ്ങനെ കാണാം. മനുഷ്യൻ തന്നെയാണോ, ഇത് മനുഷ്യനാണോ എന്നൊക്കെ അത് ഈ മടലിൽ ഇങ്ങനെ പോയിട്ട് വെളിച്ചത്തിൽ വരിക. ഈ സമൊക്കെ ഇങ്ങനെയൊക്കെ കണ്ട ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ കുറേ കരയും. അങ്ങനെ ഒരു 5-6 കുറച്ച് ആൾ നിന്നിട്ട് ഞാൻ പിന്നെ അടിയാൽ നഖം വെട്ട സാധനമെല്ലാം പൊടി കളയാനല്ല, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനൊരു അവസാനം പിന്നെ ഞങ്ങനെ എന്തൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അറബിനെ കല്ലെടുത്തെറിയാൻ നോക്കി, അടിക്കാൻ നോക്കി, നാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഈ സുൽഫി എന്ന സ്ഥലത്ത് വന്നിട്ട് പിന്നെ നാട്ടുകാരൊക്കെ വളരെ കയറ്റിയിട്ടാണ് നാട്ടിൽ. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഉസാറാക്കി ഞാൻ പോകുന്നത്. പിന്നെ പറഞ്ഞു കേട്ടിട്ട് അവിടെ നിന്നപ്പം ആ നാട്ടിൽ നിന്നപ്പം ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നുണ്ട്. ഹെലികോപ്റ്ററിന് പോകുമ്പോൾ വേറെ ഇതിൻ്റെ തൊട്ടപ്പുറം ഒരു മനുഷ്യനുമല്ല ഒരു രൂപം ഇങ്ങനെ കാണുന്നുണ്ട്, നഖം നീണ്ടിട്ട് മുടിയൊക്കെ. അപ്പോൾ തോക്കുകൊണ്ട് മുടിയൊക്കെ നോക്കി എന്തോ ഒരു മൃഗമാണ് വെച്ചപ്പോൾ. അപ്പോൾ ആ ആളിങ്ങനെ ആക്കി കൈകൊണ്ട്. അങ്ങനെ ആ ആൾ പിന്നെ കൊണ്ടുപോയി നഖമൊക്കെ വെട്ടി മനുഷ്യനാക്കി. പിന്നെ കുറേ പൈസ ഇയാൾക്ക് കൊടുത്തു. ഏതോ പാകിസ്ഥാൻകാർ ഏതോ ചങ്ങായിക്കാണ്. അങ്ങനെ ഓൻ കഴിച്ചത്. ആ സ്ഥലത്തേക്ക് പിന്നെ ഞാൻ വന്നത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.